അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു മാങ്ങ വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു മാങ്ങയോളമുണ്ട്. ഈ ഒരു മാങ്ങ നല്ല പുളിയുള്ളൊരു മാങ്ങയാണ്. ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരിയേറെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതും അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വേവിച്ച് ഉടച്ചെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 6 ചെറു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. തൊലി കളയാതെ എടുക്കുന്നതാണ് നല്ലത്, രസത്തിന് കൂടുതൽ സ്വാദ് കിട്ടാൻ വേണ്ടി. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സെയിം ടീസ്പൂണിന് തന്നെ 1 ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മാങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് തൊലി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കൊരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണിത്. മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നീട്ടിയെടുക്കാം. ആകുമ്പോൾ ഇച്ചിരി നീണ്ടിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് മസാല കൂടി ചേർക്കാം. കടുക് പൊട്ടിച്ച് മസാല ചേർക്കാം. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഉണ്ട്. ഇപ്പം നമുക്കിതിനകത്തോട്ട് ഒരു 3-4 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെറുതെ ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസ് സവോള അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു ശകലം മല്ലിയിലയും കൂടെ അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ഇത് തിളപ്പിക്കാം. നമുക്ക് സമയത്ത് ഒരു ചെറിയ പാൻ അടുപ്പയിൽ വെച്ച് അതിലോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ മസാല ഇട്ട് മൂപ്പിച്ചെടുക്കാം. പാൻ അടുപ്പയിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇടുക. പച്ചമുളകും ചേർക്കുക. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടിലോട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കാം. ഞാനൊരു സാധനം ചേർക്കാൻ മറന്നുപോയി, മഞ്ഞൾപ്പൊടി. അതിലും കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നതാണ്. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ മാംഗോ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.